പീസ് ഫോർ യു ഒരുക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 1 മണി വരെ. സ്ഥലം കല്ലും കടവ്, പത്തനാപുരം. പാസ്റ്റർ സുരേഷ് ബാബു രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവവചനം സംസാരിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ബന്ധപ്പെടുക. 9447 11245. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പീസ് ഫോർ യു എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ അറിയിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പല വിഷയങ്ങൾക്കും മറുപടി നൽകി തരുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവുമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പീസ് ഫോർ യു എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ഇന്നത്തെ വചന കേൾവി നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളുടെ ഈ പ്രോഗ്രാം ധാരാളം പേർക്ക് വിവിധ രാജ്യങ്ങളിൽ അനുഗ്രഹമായി തീരുന്നുവെന്ന് ഫോൺ കോളിലൂടെ ഇമെയിലൂടെ ഒക്കെ ഞങ്ങൾക്ക് സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള വചനമാണ്. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ മെസ്സേജിൻ്റെ പേര് തലേ രാത്രിയിലെ ദൈവപ്രവൃത്തി എന്നുള്ളതാണ്. ആമേൻ. തലേ രാത്രിയിലെ ദൈവപ്രവൃത്തി. ആമേൻ. പ്രതികൂല സാഹചര്യങ്ങൾ, പ്രതിസന്ധിയുടെ നടുവിൽ, ഒരു വഴിയുമില്ലാതിരുന്നതിൻ്റെ നടുവിൽ ആമേൻ തക്ക സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെട്ട് ദൈവദാസനായ പത്രോസിനെ വിടുവിക്കുന്ന ചരിത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് ആ വചനഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഹെരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രി. എന്താ സംഭവിച്ചത്? തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. താഴത്തോട്ട് വായിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അവൻ പത്രോസിനെ തട്ടി ചങ്ങലകളെല്ലാം കൈമേൽ നിന്ന് വീണുപോകുവാനായിട്ട് ഇടയായി തീർന്നു. കാരാഗ്രഹത്തിൻ്റെ അകത്തളങ്ങളിൽ പത്രോസിനെ വിടുവിപ്പാൻ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിൻ്റെ ദൂതനും ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ് നമ്മൾ ആ ഭാഗത്ത് വായിക്കുവാൻ ഇടയായിത്തീരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പലപ്പോഴും പലരും പറയാറുണ്ട്, ചെയിനായിട്ട് ചില കുടുംബങ്ങളിൽ അടിക്കടി വരുന്ന ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ, സ്വസ്ഥത കെടുത്തുന്ന അനുഭവങ്ങളൊക്കെ പലരും ഞങ്ങളെ ഫോണിലും ഇമെയിലും ഒക്കെ ഞങ്ങളോട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. പല വിഷയങ്ങൾക്കും കാരണങ്ങളുണ്ട്. കാരണങ്ങൾ അറിയാതെ നമ്മൾ ചികിത്സിച്ചാൽ ആ വിഷയങ്ങൾക്ക് ഒരിക്കലും മറുപടി ലഭിക്കുവാനായിട്ട് ഇടയായി തീരുകയില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വീട്ടിൽ ഒരു മരണമല്ല, അടി തുടർമാനമായിട്ടുള്ള മരണങ്ങൾ, തുടർമാനമായിട്ടുള്ള രോഗങ്ങൾ, തുടർമാനമായിട്ട് കടന്നു വരുന്ന ചില മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും, ചെയിൻ ആക്സിഡൻറ്റുകൾ, ഇങ്ങനെ തുടർമാനമായിട്ട് വരുന്ന പല വിഷയങ്ങൾക്ക് പിന്നിലും വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ആ കാരണങ്ങളെ കണ്ടെത്തി നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുകയുള്ളൂ. നോക്കുക, നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. അതിൽ നിന്നും ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. 12-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ 1ഉം 2ഉം വാക്യം നമുക്കിപ്പോൾ വായിച്ച് കേൾക്കാം. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടുവാനിടയായി തീർന്നു. നോക്കുക, കർത്താവായ യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 12 ശിഷ്യന്മാർ. അതിൽ ഒരുവൻ യൂദയായിരുന്നു. ഒറ്റിക്കൊടുത്ത ശേഷം ഞാൻ കെട്ടിയാൾ മരിക്കുവാനിടയായി. പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ യൂദയ്ക്ക് പകരം മത്തിയാസിനെ ചീട്ടിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ
അങ്ങനെ 12 എന്നുള്ള കോറം തികച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തോടുകൂടെ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ശുശ്രൂഷകൾ തുടരപ്പെടുവാനായിട്ടിടയായി തീർന്നു. പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം ദൈവപ്രവൃത്തിയുടെ അധ്യായമാണ്. 3000 പേർ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോടെ ചേരുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കുക, ശക്തമായി ദൈവം കരങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് പത്രോസ്. ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ശക്തമായി എന്ന് പറയുമ്പോൾ ഒരാത്മാവിനെ നേടിയാലും 10,000 ആത്മാവിനെ നേടിയാലും പ്രതിഫലം വിഭാഗിച്ചു തരുന്ന വലിയവനായ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അതിൻ്റെ ആഴവും കണക്കും പരപ്പും ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതെല്ലാം സ്വർഗത്തിലെ ദൈവം അറിയുകയാണ്. എന്നാൽ ദൈവം നമുക്ക് തരുന്ന ആയുസ്സിൽ ദൈവത്തിനു വേണ്ടി അധികമായി പ്രയോജനപ്പെടണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പത്രോസ് കർത്താവിന് പ്രയോജനമുള്ളൊരു വ്യക്തിയായിരുന്നു. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ശക്തനായ ഒരു ദൈവദാസനായിരുന്നു പത്രോസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ താൻ പ്രവർത്തിക്കുന്നു, തന്നെ ദൈവം ഉപയോഗിക്കുന്നു എന്ന് കണ്ടപ്പോൾ അന്നത്തെ രാജാവായിരുന്ന ഹെരോദാവ് പത്രോസിനെ പിടിച്ച് തടവിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കുക, അതിനു മുൻപ് നമ്മൾ വായിക്കുന്നത് 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. ആദ്യം നടക്കുന്ന സംഭവം പത്രോസിനെ തടവിലാക്കുക എന്നുള്ളതല്ല, യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. യാക്കോബ് ശക്തനായൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ വാൾ കൊണ്ട് കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി ശക്തമായ ഇടിവിൽ നിന്ന ആ മനുഷ്യനെ കൊന്നുകളയുവാനിടയായി. അതിനുശേഷമാണ് പത്രോസിനെ പിടിച്ച് അവർ തടവിലാക്കുവാനായിട്ടിടയായി തീരുന്നത്. നോക്കുക, യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു, പത്രോസിനെ തടവിലാക്കി. ദൈവസഭയ്ക്ക് അടിക്കടി വരുന്നതായ ചില മരണങ്ങളും ചില പ്രതിസന്ധികളും ആണ് പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിൽ നിരന്തരമായി കടന്നു വരുന്ന ചില വിഷയങ്ങൾ ചിലർ പറയാറുണ്ട്, പാസ്റ്റേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ വിവാഹം കഴിച്ചു, ഞങ്ങൾ 3 സഹോദരിമാരുണ്ട്, ഞങ്ങൾക്ക് ആർക്കും തലമുറയില്ല. ശ്രദ്ധിക്കുക, ഒരാൾക്കൊരു തലമുറയില്ലെങ്കിൽ ഓക്കെ, 3 പേർക്കും തലമുറയില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ പിൻപിൽ മറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും റീസൺ, ആത്മീയമായ ചില വിഷയങ്ങൾ അതിൻ്റെ പിൻപിലുണ്ടാകും. പ്രാർത്ഥനയാൽ ആ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുവാനിടയായി തീരും. ചെയിനായിട്ട് കടന്നു വരുന്ന ചില രോഗങ്ങൾ, ചെയിനായിട്ട് വരുന്ന ആക്സിഡൻറ്റുകൾ, മരണങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ യാക്കോബ് അപ്പോസ്തലനെ വാൾ കൊണ്ട് കൊന്നു, പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തിനാണ്? പത്രോസിനെയും കൊല്ലുവാൻ ഹെരോദ രാജാവ് പദ്ധതി ഒരുക്കിയിരിക്കുകയാണ്. ആരൊക്കെയോ എന്തൊക്കെയോ സ്തോത്രം ദൈവസഭയ്ക്കെതിരെ, ദൈവദാസനെതിരെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കെതിരെ പ്രതികൂലമായി പ്രവർത്തിച്ച് സ്തോത്രം ഇവിടെ വളരെ പ്രതിസന്ധിയുടെ നടുവിലൂടെ ദൈവസഭ കടന്നു പോവുകയാണ്. പത്രോസിനോട് ചോദിച്ചാൽ പറയും, ഏത് തടവിൽ കിടന്നാലും എനിക്കൊരു ഭയവുമില്ല, എനിക്കൊരു പേടിയുമില്ല. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു ദൂത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒന്ന് വായിച്ചു കേൾക്കാം ആ ഭാഗം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ ആ ഭാഗം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. നോക്കുക, ഇപ്പോൾ പത്രോസ് വയസ്സനായിട്ടില്ല, ദൈവസഭയുടെ ആരംഭം മാത്രമേ ഉള്ളൂ. തന്നെക്കുറിച്ച് കർത്താവിന് ഒത്തിരി പദ്ധതിയുണ്ട്, തന്നെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്, തന്നെക്കുറിച്ച് കർത്താവിന് വലിയ വലിയ പദ്ധതികളും ഉദ്ദേശങ്ങളും ഉണ്ട്. ദൈവസഭ ഇനിയും വളരുവാനുണ്ട്. പത്രോസ് അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ട്. അനേകരെ ഉയർപ്പിക്കുവാനുണ്ട്. ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങളുള്ള പത്രോസിനെയാണ് ഇവിടെ ഹെരോദാവ് തടവിൽ ആക്കിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വാഗ്ദത്തമുള്ളവർ തടവിലാക്കപ്പെടും. എന്നാൽ ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നടത്തി തരുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനായ ദൈവമാണ്. മോശയ്ക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. എന്നാൽ താൻ ചിന്തിച്ചു, തൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ പാതി വഴിയിൽ വെച്ച് തകർന്നു പോയെന്ന് താൻ ചിന്തിച്ചു. മിദ്യാനിലെ പുരോഹിതനായ യിത്രോയുടെ വീട്ടിലേക്ക് താൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അവിടെ വെച്ച് താൻ മരുഭൂമിയിലേക്ക് പോകുന്നു, ആടിനെ മേയ്ക്കുന്നു. താൻ അവിടെ വെച്ച് ദർശനം കാണുന്നു. താൻ പിന്നെയും തന്നെ സ്വർഗത്തിലെ ദൈവം മടക്കി വരുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടെങ്കിൽ, ആ പ്രത്യേക പദ്ധതിയിലേക്ക് ദൈവം എന്ത് വില കൊടുത്തും ആ വ്യക്തിയെ കൊണ്ടുവരുവാനായിട്ടിടയായിത്തീരും.
ആമേൻ മോശയോട് ചോദിച്ചാൽ പറയും, ഞാൻ 6 ലക്ഷം പുരുഷന്മാരെ നടത്തിയ വ്യക്തിയാണ്. എല്ലാവരെയും കൂട്ടി വേദപണ്ഡിതന്മാർ പറയുന്നത് 35 ലക്ഷം ആൾക്കാരെ ലീഡർഷിപ്പ് കൊടുത്ത വ്യക്തിയായിരുന്നു മോശ. അത്ര ശക്തനായ ലീഡറായിരുന്നു. എന്നാൽ മോശയോട് ചോദിച്ചാൽ മോശ പറയും, എന്താ മോശയെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ മോശ ഇങ്ങനെ പറയുവാനിടയായിത്തീരും, എനിക്ക് കർത്താവേ നിൻ്റെ സാന്നിധ്യം കാണണം, നിൻ്റെ തേജസ് എനിക്കൊന്ന് കാണണം. തൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, തൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പാറയുടെ വിള്ളലിൽ നിർത്തിക്കൊണ്ട് യഹോവയായ ദൈവത്തിൻ്റെ തേജസ് കടന്നുപോയി ഒരു ഭാഗം മാത്രം താൻ കാണുവാനിടയായി തീർന്നു. തൻ്റെ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരം ലഭിച്ചത് മറുരൂപമലയിൽ വർഷങ്ങൾക്ക് ശേഷം യേശു ക്രിസ്തുവിനോടുകൂടെ കടന്നു വന്നപ്പോൾ പുത്രനായ യേശുവിനെ കാണുകയും ആ തേജസ് അനുഭവിക്കുകയും ചെയ്യുവാനായിട്ടിടയായി തീർന്നു. എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഏത് കാരാഗ്രഹത്തിൻ്റെ അകത്തളങ്ങളിൽ കിടന്നാലും അവിടെ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നടത്തിത്തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഒരു ഈന്തപ്പഴത്തിൻ്റെ കഥയെക്കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഒരു ഈന്തപ്പഴത്തിൻ്റെ വിത്ത് ശാസ്ത്രജ്ഞന്മാരുടെ കരങ്ങളിൽ ലഭിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ പ്രായം പരിശോധിച്ചപ്പോൾ ഏകദേശം 2000 വർഷം പഴക്കമുണ്ട്. അവർ അത് വളരുവാൻ തക്കവണ്ണം അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. മണ്ണും വെളിച്ചവും ഒക്കെ അതിന് കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. വെള്ളമൊഴിച്ചു കൊടുത്തു. കാലക്രമേണ അത് വളർന്നു വരുവാനായിട്ടിടയായി. അതിന് മെഥൂശലേഹ് എന്ന് പേരിട്ടു. നോക്കുക, 2000 വർഷം പഴക്കമുള്ള ഈന്തപ്പഴത്തിൻ്റെ വിത്ത് അതിന് അനുകൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ അത് വളർന്നു വരുവാനിടയായി തീർന്നതുപോലെ 2000 വർഷം ദൈവത്തിനൊരു വിഷയമല്ല. ഒരു ജീവൻ്റെ അംശം അകത്തളങ്ങളിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം അകത്തളങ്ങളിലുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും അത് പൊട്ടിക്കിളിർത്ത് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വാഗ്ദത്തമുണ്ടോ? ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞേ, അധിക നാൾ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരികയില്ല. ഈ കാരാഗ്രഹത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അനേകർ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങളെ സമീപിക്കാറുണ്ട്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ഒരു സഹോദരി ഇങ്ങനെ കടന്നു വന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ ഈ പറയുന്നത് ആത്മീയമായ കാരാഗ്രഹത്തെക്കുറിച്ചാണ്. ആ സഹോദരി പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്, ആരാധിക്കുവാൻ കഴിയുന്നുണ്ട്, പക്ഷേ അന്യഭാഷയൊക്കെ ഞാൻ പറയുന്നെങ്കിലും എൻ്റെ തൊണ്ടയിൽ ഏതോ ഒരു തടസ്സം പോലെ എന്തൊക്കെയോ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടും വിധത്തിൽ ശബ്ദമെടുത്ത് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് ആ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു വലിയ ശക്തി എന്നെ പ്രസ് ചെയ്യുന്നതായിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിച്ചു. ആ സഹോദരി അവിടെ നിൽക്കുകയാണ്, എന്നാൽ ഏതോ ഒരു ശക്തി എന്നെ പ്രസ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതാ സഹോദരിയല്ല, അവളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിൻ്റെ വ്യാപാരമാണ്. അവിടെ ആരാധനയെ, പ്രാർത്ഥനയെ, ആത്മീയതയെല്ലാം മുടക്കിക്കൊണ്ട് നിൽക്കുന്ന ദുഷ്ടശക്തി പ്രാർത്ഥനയിൽ അത് പൂർണ്ണമായിട്ട് വിട്ടുപോയി. ആ സഹോദരി സ്വതന്ത്രയായി തീരുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏതെങ്കിലും ചങ്ങലകൾ നിങ്ങളായിരിക്കുകയാണോ? ഏതെങ്കിലും കാരാഗ്രഹത്തിൽ നിങ്ങളെ ആയിരിക്കുകയാണോ? നിരാശയുടെ അടിത്തട്ട് നിങ്ങളായിരിക്കുകയാണോ? സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഉറക്കമില്ലാതെ നിങ്ങൾ ഭാരപ്പെടുകയാണോ? ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സമയം ആസന്നമായിരിക്കുകയാണ്. നോക്കുക, ഈ പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 3 തലങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഒന്ന്, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയുണ്ട്. 3, അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നോക്കുക, 12-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനുള്ള കാരണം ദൈവസഭയുടെ പ്രാർത്ഥനയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുക. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളെക്കുറിച്ചോ നിങ്ങളുടെ പിതാവിനെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ ഭർത്താവിനെയോ ഭാര്യയെക്കുറിച്ചോ സഹോദരന്മാരെക്കുറിച്ചോ ജോലി സ്ഥലത്തെക്കുറിച്ചോ അധികാരികളെക്കുറിച്ചോ നിങ്ങൾ വേദനപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുക. ആ വിഷയം വെച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവിനോട് നിലവിളിക്കുക. ദൈവത്തിനൊന്നും അസാധ്യമായതില്ല. നിശ്ചയമായിട്ടും ആ വിഷയത്തിൽ കർത്താവ് ഇറങ്ങി വരും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ദൈവം പ്രവർത്തിപ്പാനിടയായിത്തീരും. ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്, ഒരിക്കലും തളർന്നു പോകരുത്. ദൈവകരങ്ങളിലേക്ക് വിഷയങ്ങളെ കൈമാറണം, ദൈവത്തോട് പറയണം, ദൈവത്തോട് സംസാരിക്കണം. നമ്മുടെ വിഷയങ്ങൾ അറിയുന്ന കേൾക്കുന്ന വലിയവനായൊരു സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. നോക്കുക, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് വീണ്ടും ഒന്ന് വായിച്ച് കേൾക്കാം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഹേരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രി.
എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്? ആമേൻ. പത്രോസിനെ പരസ്യ കാഴ്ചയാക്കുവാൻ ശത്രു ആഗ്രഹിച്ചതിൻ്റെ തലേ രാത്രി. അപ്പോൾ ഹെരോദാവ് തീരുമാനിച്ചു, ആമേൻ, നാളെ ആമേൻ നേരം വെളുക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണം? അവൻ പത്രോസിനെ ആൾക്കാരുടെ മുമ്പിൽ നിർത്തിയിട്ട് എല്ലാവരും കൂടി വിചാരണ ചെയ്ത് പത്രോസിനെ യേശുവിനെ അവൻ തൂക്കിക്കൊന്നതുപോലെ, യേശുവിനെ ക്രൂശിലേറ്റിയതുപോലെ ക്രൂശിലേറ്റണം. അങ്ങനെ പദ്ധതിയുമായിട്ട് ഹെരോദാവ് ഒരുങ്ങുവാനായിട്ട് പോയി. ഹെരോദാവിൻ്റെ മനസ്സിൽ പത്രോസിനെ തകർക്കുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ സ്വർഗത്തിലെ ഒരു തീരുമാനം സ്വർഗത്തിൽ നിന്നെടുത്തു. എന്താ തീരുമാനമെന്നറിയാവോ? ആമേൻ. ശത്രുവിൻ്റെ പദ്ധതിയെ തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുന്ന ഒരു തീരുമാനം സ്വർഗമെടുക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കെതിരെ ശത്രു പിശാച് എത്ര വലിയ തീരുമാനമെടുത്താലും ആത്യന്തികമായി നടപ്പിലാക്കുന്ന തീരുമാനമെടുക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം അറിയാതെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. തലേ രാത്രിയിൽ നടക്കേണ്ട ഒരു ദൈവപ്രവൃത്തിയുണ്ട്. സ്തോത്രം. നാളെയാണ് ശത്രു പദ്ധതി ഒരുക്കി വെച്ചിരിക്കുന്നതെങ്കിൽ തലേ രാത്രിയിൽ എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരൊറ്റ നിമിഷം മതി. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ മുഴുവൻ മാറ്റി ഒരു പ്രത്യേക തലത്തിലേക്ക്, ഒരു പ്രത്യേക നിലവാരത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. നോക്കുക, തടവിലാക്കപ്പെട്ട് താനെ അവിടെ ആയിരിക്കുകയാണ്. അപ്പോൾ ശത്രു ഇങ്ങനെ ചിന്തിച്ച് കാണും, ഇതോടുകൂടെ ശുശ്രൂഷ തീർന്നു, ഇതോടുകൂടെ പ്രാർത്ഥന തീർന്നു, ഇതോടുകൂടി ആരാധന തീർന്നു, ഇനി ഒരു ആത്മാവിനെ പോലും ഈ വ്യക്തി നേടുകയില്ല, എല്ലാം തീർന്നു 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 തീർന്നുവെന്ന് ശത്രു വിചാരിച്ചു സന്തോഷിച്ചിരിക്കുകയാണ്. സഭയെ നയിക്കേണ്ട പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അഭിഷിക്തനായ ദൈവദാസൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ശത്രു ഒത്തിരി സന്തോഷിപ്പാനിടയായി തീർന്നു എന്ന് ചിന്തിക്കുകയാണ്. എന്നാൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? നമ്മളിവിടെ വായിക്കുന്നുണ്ടല്ലോ, ഈ സമയത്താണ് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനെ വാളുകൊണ്ട് കൊന്നു. പത്രോസിനെ കാരാഗ്രഹത്തിലിട്ടു. ആമേൻ. പ്രാർത്ഥന അവസാനിപ്പിക്കുവാൻ, ആരാധന ഇല്ലാതാക്കുവാൻ, ശുശ്രൂഷകളെ നടത്തുവാൻ ശത്രു പദ്ധതി ഒരുക്കി വെച്ചപ്പോൾ മറുഭാഗത്ത് സംഭവിച്ചത് എന്താണെന്നറിയാമോ? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചതുപോലെയല്ല, പ്രാർത്ഥനയുടെ വീര്യം ഇവിടെ വർദ്ധിക്കുവാനായിട്ടിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, തീച്ചൂള വർദ്ധിക്കും തോറും തീച്ചൂള വർദ്ധിക്കും തോറും, പ്രതികൂലങ്ങൾ വർദ്ധിക്കും തോറും പ്രാർത്ഥനയുടെ ആഴം കുറയുകയല്ല, പ്രാർത്ഥന വർദ്ധിക്കുവാനായിട്ടിടയായിത്തീരണം. വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നതനുസരിച്ച് പ്രാർത്ഥനയുടെ ഗൗരവം വർദ്ധിക്കുവാനിടയായിത്തീരണം. ഉള്ളം നൊന്ത് കരഞ്ഞാൽ മനസ്സരിയുന്ന വലിയവനായൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാതൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനല്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, എ പാഷനേറ്റ് പ്രെയർ ക്യാൻ ചേഞ്ച് യുവർ സിറ്റുവേഷൻ. ഹൃദയവേദനയോടെയുള്ള പ്രാർത്ഥന, അനുതാപത്തോടുകൂടിയുള്ള പ്രാർത്ഥന, ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടുള്ളൊരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റുവാനായിട്ടിടയായിത്തീരും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാറത്തില്ലെന്ന് പറഞ്ഞ ചില പ്രതികൂല ശക്തികളെ മാറ്റി നിങ്ങൾക്ക് സമാധാനം തന്ന്, സന്തോഷം തന്ന് ജയത്തോടെ മടത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നോക്കുക, പഴയ നിയമത്തിലെ ഒരു ഭാഗം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകുന്നത് കൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പഴയ നിയമകാലത്ത് ഫെലിസ്ത്യർ ദൈവമക്കളെ ആക്രമിക്കുവാനായിട്ട് കടന്നു വരുവാനിടയായി തീർന്നു. അവരുടെ സ്വസ്ഥതയെ കെടുത്തിക്കളയുവാൻ, അവരുടെ നന്മകളെ അപഹരിച്ചു കൊണ്ടുപോകുവാൻ ഫെലിസ്ത്യ ശക്തികൾ വരികയാണ്. ആ സമയത്ത് ശമൂവേൽ എന്ന് പറയുന്ന ദൈവദാസൻ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മിസ്പയിൽ വെച്ച് ദൈവസന്നിധിയിൽ യാഗം കഴിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ടിടയായി. പെരിശ ശക്തികൾ വന്ന് ദൈവമക്കളുടെ നന്മകളെ ഇല്ലാതാക്കി കളയുവാൻ ഒരു ഭാഗത്തുകൂടെ കടന്നു വരുമ്പോൾ മറുഭാഗത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ? എത്ര വലിയ പ്രതികൂലം നിങ്ങളുടെ ജീവിത പടകിന് നേരെ കടന്നു വന്നാലും അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി നിങ്ങളെ സ്ഥിരതയോടെ മടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്.
പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അമ്മ ഫെലിസ്ത്യ ശക്തികൾ വരെ പിടിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം ഇടിവെട്ടിക്കുവാനിടയായി തീർന്നു. ഇടിവെട്ടിച്ചു. അങ്ങനെ അവർ തോറ്റോടുവാനിടയായി തീർന്നു. ആമേൻ. ദൈവമക്കൾ വിജയം പ്രാപിച്ചു. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് അവർ വന്നില്ല. നിങ്ങളുടെ ജീവിതത്തോട് തേനീച്ച കൂട്ടം കൂട്ടമായിട്ട് വന്ന് കുത്തുന്നത് പോലെ ശാരീരികമായും മാനസികമായും ആത്മീയമായും എല്ലാ തലങ്ങളിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന, ഡിസ്റ്റർബ് ചെയ്യുന്ന, ഒരു സ്വസ്ഥതയുമില്ലാതെ ജീവിതത്തിലെ അനുഭവങ്ങളെ കെടുത്തിക്കളയുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുണ്ട്. അത് ഒതുങ്ങണമെങ്കിൽ ശക്തിയോടെ പ്രാർത്ഥന ഉയരുവാനിടയായി തീരട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ വലിയ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. ഞാൻ വളരെ ആത്മാർത്ഥതയോടെ ഹൃദയഭാരത്തോടെ ഈ മെസ്സേജ് നിങ്ങളോട് കൈമാറുകയാണ്. പ്രാർത്ഥിക്കുവാൻ തുടങ്ങ്. ജീവിതത്തിലെ സാഹചര്യങ്ങൾക്ക്, ജീവിതത്തിലെ അനുഭവങ്ങൾക്ക് കർത്താവ് വ്യത്യാസം തരുവാനിടയായി തീരും. ഒരു തലേ രാത്രിയുണ്ട്, ദൈവപ്രവൃത്തിയുടെ ഒരു തലേ രാത്രിയുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് പത്രോസ് കാരാഗ്രഹത്തിലാണ്. തന്നെ സഹായിപ്പാൻ ആരുമില്ല. എല്ലാം ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ തന്നെ ആയിരിക്കുകയാണ്. കാരാഗ്രഹത്തിൽ തൻ്റെ കൂടെ ഇരിപ്പാൻ തനിക്ക് ആരുമില്ല. കൂട്ട് ദൈവദാസന്മാരില്ല, കൂട്ട് ദൈവമക്കളില്ല. ഒറ്റപ്പെട്ട് പ്രത്യേകമായ ഒരനുഭവത്തിൽ താൻ ആയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ സുഖമായിട്ട് ഉറങ്ങിയെന്ന് നമ്മൾ വായിക്കുന്നു. ഉറങ്ങുവാൻ പത്രോസിന് ധൈര്യം കൊടുത്തത് ആരാണ്? വാഗ്ദത്തം തനിക്കുണ്ട്. അപ്പോൾ തന്നെ തനിക്കൊരു കാര്യം അറിയാം, എന്നോടുകൂടെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ദൈവമക്കളോട് പറയാം. ഒരിക്കൽ പോലും എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ എന്ന് പത്രോസ് പ്രാർത്ഥിച്ചില്ല. പത്രോസിന് ഉറപ്പുണ്ട്, പത്രോസിന് ധൈര്യമുണ്ട്. ദൈവസാന്നിധ്യം ഉള്ളപ്പോൾ വിടുവിക്കണമെന്നുള്ള പ്രാർത്ഥനയുടെ ആവശ്യമില്ല. യേശു കൂടെയുള്ളപ്പോൾ വിടുതൽ നമ്മളോട് കൂടെയുണ്ട്. പത്രോസ് ഒരു പ്രാവശ്യം പോലും അങ്ങനെ പ്രാർത്ഥിച്ചില്ല. പക്ഷേ സഭസത്തയോടെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാനായിട്ടിടയായി തീരും. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ചൂണ്ടി ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത്, സാഹചര്യങ്ങളൊക്കെ വളരെ വേഴ്സായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് ഞാൻ വിളിച്ചു പറയുകയാണ്. ആസാവ് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, ഏറെക്കുറെ വഴുതിപ്പോയി, നിൽക്കുവാൻ കഴിയാതെ, പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ പൈതലെ, പ്രിയ സഹോദര, നിന്നെ ചൂണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് സമീപസ്ഥനാകുന്നു. നിശ്ചയം ജീവിതത്തിലെ അനുഭവങ്ങളെ മാറ്റിമറിക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഒരു പുത്തൻ അനുഭവത്തിലേക്ക്, ഒരു പുതിയ നിലവാരത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. നോക്കുക, പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? കാരാഗ്രഹത്തിൽ നിന്ന് ചങ്ങലകൾ, കയ്യിൽ കെട്ടിയ ചങ്ങലകൾ എല്ലാം പൊട്ടി വീഴുവാനിടയായി തീർന്നു. ഇത് ശാരീരികമായി ബന്ധിച്ച ചങ്ങലയാണ്. എന്നാൽ ആത്മീയമായി ബന്ധിച്ചിരിക്കുന്ന ചങ്ങലയുണ്ട്. അദൃശ്യ മണ്ഡലങ്ങളിലെ പോരാട്ടങ്ങളുണ്ട്. ദൈവജനത്തെ ഒതുക്കിക്കളയുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ചില കുടുംബങ്ങളിൽ സ്വസ്ഥത കെടുത്തുന്ന ചില അനുഭവങ്ങളുണ്ട്. വചനത്തിലൂടെ ദൈവത്തിനാൽ വിളിച്ചു പറയുകയാണ്, ആ ചങ്ങലകളെ മുറിച്ചു മാറ്റി സ്വാതന്ത്ര്യത്തോടെ നിങ്ങളെ നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. നോക്കുക, ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, പടയിൽ പെട്ടുപോകുവാനല്ല, പട നയിക്കുവാനാണ് പത്രോസിനെ കർത്താവ് വിളിച്ചത്. ശുശ്രൂഷ ഇതുവരെയും തീർന്നിട്ടില്ല. തമ്പുരാൻ എന്താ ചെയ്തതെന്നറിയാമോ? എല്ലാ വാതിലുകളും തുറന്നു, എല്ലാ ചങ്ങലകളെയും തകർത്ത് പത്രോസിനെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീർന്നു. പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ പത്രോസിനെ കർത്താവ് കൊണ്ടുവന്ന് നിർത്തി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥനാ വിഷയം നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്ന മുറിയുടെ അടുക്കലേക്ക് സ്വർഗത്തിലെ ദൈവം കൊണ്ടുവരുവാനിടയായി തീരും. ഏലിയാവിന് അപ്പവും ഇറച്ചിയുമായി കാക്ക വന്നതുപോലെ പ്രാർത്ഥനയുടെ മറുപടി നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവചന ശബ്ദത്തോടെ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നാളായി നിങ്ങൾ കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, ഇതാ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി നിങ്ങളുടെ അരികിലേക്ക്
ഭൂമിയിലേക്ക് വരുവാൻ സമയമാസന്നമായിരിക്കുകയാണ്. കാരാഗ്രഹത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മണ്ഡലങ്ങളിൽ മരണവിധി എഴുതി കിടക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ തലേ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് വിടുതലയച്ചതുപോലെ ചില അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ സമയമായി. ആമേൻ. ഞാൻ പ്രാർത്ഥനയിൽ കണ്ടിട്ടുണ്ട്, ഡോക്ടർമാർ തള്ളി ഇനി ഒരിക്കലും ഒരു വിടുതൽ ഉണ്ടാകത്തില്ലെന്ന് പറയുന്ന അനേക വിഷയങ്ങളിൽ കർത്താവ് അത്ഭുതകരമായ നിലയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ അയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത്ഭുതകരമായി നിറവേറ്റപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വസിക്ക്, ഒരത്ഭുതം ചെയ്യുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. അദൃശ്യമായി നിങ്ങളെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ചില പൈശാചിക ചങ്ങലകൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. നിങ്ങളുടെ കൈ ചലിപ്പിക്കുവാൻ കഴിയുന്നില്ല, കാല് ചലിപ്പിക്കുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കുവാൻ നാവ് നല്ലവണ്ണം തുറന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. അദൃശ്യ മണ്ഡലത്തിൽ ഒതുക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ വിടുതൽ വ്യാപരിക്കുകയാണ്. തീ കത്തുമ്പോൾ ലോഹങ്ങൾ മെൽറ്റ് ചെയ്യുന്നത് പോലെ യേശുവിൻ നാമത്തിൽ ചിലത് ഉരുകി മാറുകയാണ്. നിങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും ഒരു ദൈവിക വിടുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വിടുതലുകൾ നിങ്ങളുടെ മേൽ ദൈവം പകരുകയാണ്. അത്ഭുതകരമായ ചില ദൈവപ്രവർത്തികൾ കർത്താവ് അയക്കുകയാണ്. ശിശിരത്തിൽ ഹല്ലേലൂയ ചില വിത്ത് കിളിർത്തു വരുന്നത് പോലെ തന്നെ ഉടകമല ഹസ്തുരാജകസ്യ ചില ഭവനങ്ങളിൽ, ചില കുടുംബങ്ങളിൽ, ചില തലമുറകളിൽ ചില ദൈവപ്രവർത്തികൾ ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. വിശ്വസിക്കുക, യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുന്നു. നിങ്ങൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പൊങ്ങുവാൻ കഴിയാതെ രോഗിയായി ഭാരപ്പെടുകയാണോ? ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ കിടക്കമേലേക്ക് വരികയാണ്. യേശുവിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കുകയാണ്. അത്ഭുതകരമായ സൗഖ്യം, അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ സാക്ഷ്യങ്ങളെ കേൾപ്പാൻ കർത്താവ് ഇടയാക്കും. യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്താട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെയും ആമേൻ. ഇതുവരെ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ ഈ പ്രസംഗത്തിലൂടെ, ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഏതെങ്കിലും ഒരു അത്ഭുതം ചെയ്തെങ്കിൽ കേൾക്കുവാൻ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ദയവായിട്ട് ഞങ്ങളെ വിളിക്കുക. നിശ്ചയമായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ആ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡുകൾ നമ്മൾ കണ്ടുമുട്ടും വരെ ദൈവം നമ്മെ ഏവരെയും കാത്തു പരിപാലിക്കട്ടെ. പാസ്റ്റർ സുരേഷ് ബാബു പത്തനാപുരം, പീസ് ഫെലോഷിപ്പ്, പത്തനാപുരം PO, പത്തനാപുരം, കൊല്ലം ഡിസ്ട്രിക്ട്. ഇമെയിൽ peaceforyouinjesus@gmail.com. ഫോൺ 9447 011 245 9496 534635. പീസ് ഫോർ യു ഒരുക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 1 മണി വരെ. സ്ഥലം കല്ലും കടവ്, പത്തനാപുരം. പാസ്റ്റർ സുരേഷ് ബാബു രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവവചനം സംസാരിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ബന്ധപ്പെടുക. 9447 011 245.